മുസ്ലിങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരിക്കുന്ന ഇന്നത്തെ ചില വാർത്തകൾ എല്ലാ ദിവസവും ഉണ്ട്. എന്നാലും അതിൽ ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ വായിക്കാം. അതിലൊന്ന്, കോൺഗ്രസ് NCP സഖ്യ സർക്കാരാണ് മറാത്ത വിഭാഗത്തിന് 16%, മുസ്ലിം വിഭാഗത്തിന് 5% സംവരണം അനുവദിച്ചത്. അതിൽ മുസ്ലിം വിഭാഗത്തിന് അനുവദിച്ച 5% സംവരണം ആര് റദ്ദാക്കി? മഹാരാഷ്ട്ര സർക്കാർ റദ്ദാക്കി. സന്തോഷമല്ലേ? ഭയങ്കര സന്തോഷം വരുന്നൊരു കാര്യമല്ലേ? കാരണം ഈ 5% സംവരണത്തിന് വേണ്ടി ഈ മഹാരാഷ്ട്രയിലെ പാവങ്ങളായ മുസ്ലിങ്ങൾ പഠിക്കണം, എഴുതണം, അവർ പരീക്ഷ എഴുതണം, റാങ്ക് ലിസ്റ്റ് നോക്കണം. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും ഒരു രൂപത്തിൽ ഇത്തിരി അറിയാവുന്ന കുറച്ച് കിതാബുമൊക്കെ പഠിച്ച് റെഡിയാക്കി, കുറച്ച് അനുയായികളെയൊക്കെ റെഡിയാക്കി, ഒരു തലയെക്കെട്ടുമൊക്കെ റെഡിയാക്കി അങ്ങ് ഇറങ്ങിയാൽ പിന്നെ ഈ സംവരണം വല്ലതും നോക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇന്ന് കേരളത്തിലുണ്ടായ, ഇന്ന് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ സന്തോഷിക്കുകയാണല്ലോ. അവർക്ക് ഭരണഘടനയും ബലിഷ്ഠമായ സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ സന്തോഷിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് വായിച്ചത്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുസ്ലിം വിഭാഗത്തിനുണ്ടായിരുന്ന സംവരണം പിൻവലിച്ച് മഹാരാഷ്ട്ര സർക്കാർ. സംവരണം പിൻവലിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ചൊവ്വാഴ്ചയാണ് പുറത്തിറങ്ങിയത്. 5% സംവരണം അനുവദിച്ചുകൊണ്ടുള്ള മുൻപത്തെ ഓർഡിനൻസിൻ്റെ കാലാവധി അവസാനിച്ചതും കോടതിയുടെ ഇടക്കാല സ്റ്റേ നിലനിൽക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. നേരത്തെ കോൺഗ്രസ് NCP സർക്കാരാണ് മറാത്ത വിഭാഗത്തിന് 16%, മുസ്ലിം വിഭാഗത്തിന് 5% സംവരണം ഈ പറഞ്ഞതുപോലെ നൽകിയത്. സർക്കാർ തീരുമാനം ജനാധിപത്യത്തിന് ഹാനികരമാണെന്നും മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നതാണെന്നും മുംബൈ കോൺഗ്രസ് അധ്യക്ഷ വർഷ ഗേക്വാദ് പറഞ്ഞു. ഒരു വശത്ത് സബ്കെ സാത്തെന്നും സബ്കെ വികാസ് എന്നും പറയുകയും മറുവശത്ത് സംവരണത്തിനാവശ്യമായ രേഖകൾ നിഷേധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. അവർക്കൊന്നും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഒരു സന്തോഷം തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടാണ്. സത്യത്തിൽ മുസ്ലിങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഇനിയും മുസ്ലിങ്ങൾക്കാകെ സന്തോഷിക്കാൻ രണ്ടാമത്തെ കാര്യം വരുന്നുണ്ട്. രണ്ടാമത്തെ കേരള സ്റ്റോറി ഇറങ്ങിയിട്ടുണ്ട്. വളരെ കടുത്ത നുണക്കഥകളുമായി കെട്ടിയിട്ട് മനുഷ്യരെ കൊണ്ട് ഇവിടെ ബീഫ് തീറ്റിച്ച് മതം മാറ്റുന്ന കഥയാണ് രണ്ടാം കേരള സ്റ്റോറിയിൽ പറയുന്നത്. ആ കേരള സ്റ്റോറിയിലും ഈ പറഞ്ഞതുപോലെ വളരെ സന്തോഷകരമായ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്, പറ്റുമെങ്കിൽ നമ്മുടെ സംഘടനാ നേതാക്കളെല്ലാവരും കൂടി ചേർന്ന് സാധിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ഹദീസ് ഞാൻ പറയാം. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ കർവാപ്പസി നടത്തണം. ഹിന്ദു കുടുംബങ്ങളിൽ 3 കുട്ടികൾ വേണം. മോഹൻ ഭാഗവത് ജിയുടെ പ്രസ്താവനയാണ്. കർവാപ്പസി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അതുപോലെ തന്നെ മറ്റു മതങ്ങളിലേക്ക് പോയവരെയെല്ലാം കൂട്ടത്തോടെ ഹിന്ദു വിഭാഗത്തിലേക്ക് മതം മാറ്റണം. കാരണം അവർ തലമുറകൾക്ക് മുന്നേ, ചിലപ്പോൾ എത്രയോ കാലങ്ങൾക്ക് മുന്നേ അവർ ഹിന്ദു ആയിരുന്നു, ഇന്ത്യക്കാരായിരുന്നു. ഹിന്ദു എന്നുള്ളതല്ല, ഹിന്ദുവൊക്കെ പിന്നീട് ബ്രിട്ടീഷുകാരിട്ടതാണല്ലോ. അപ്പോൾ വേറെ മതങ്ങളിൽപ്പെട്ടവരായിരുന്നു. അവരെല്ലാം ഇസ്ലാം മതത്തിലേക്ക് വന്നതാണ്. അവരെയെല്ലാം കർവാപ്പസി നടത്തണം. സന്തോഷം വരുന്നില്ലേ? സന്തുഷ്ടരായ വാർത്തയല്ലേ? ഇത് ഇന്നത്തെ വാർത്ത മാത്രമാണ്. എന്തായാലും ഈ വാർത്തകളൊക്കെ കേട്ട് എല്ലാവരും സന്തോഷമാണ്, സന്തുഷ്ടരാണ് എന്നതിനെ സ്നേഹപൂർവ്വം പിന്തുണച്ച് സമാധാനമായി ഉറങ്ങുക. നാളെയും ഇനിയുള്ള ദിവസങ്ങളിലുമെല്ലാം ഇതുപോലൊരുപാട് സന്തോഷത്തിൻ്റെ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാം.